നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് 74 വയസ്സ് തികയുന്നു. പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനം മറ്റേതൊരു ദിവസത്തെയും പോലെ തന്റെ ഔദ്യോഗിക ഉത്തരവാദിത്തങ്ങൾക്കായി സമർപ്പിക്കുന്നു. എന്നിരുന്നാലും ഭാരതീയ ജനതാ പാർട്ടി വർഷം തോറും സംഘടിപ്പിക്കുന്ന സേവാ പർവ എന്ന 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് തുടക്കവും ഇത് അടയാളപ്പെടുത്തുന്നു. ഗുജറാത്തിലെ വഡ്നഗർ നഗരത്തിൽ രാഷ്ട്രീയ പശ്ചാത്തലമില്ലാത്ത ഒരു ഇടത്തരം ഹിന്ദു കുടുംബത്തിലാണ് സെപ്റ്റംബർ 17, 1950 നരേന്ദ്ര ദാമോദർ ദാസ് മോദി ജനിച്ചത്. 6 മക്കളിൽ മൂന്നാമനായി. വിനീതനായ ഒരു RSS പ്രവർത്തകനിൽ നിന്ന് ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായി അദ്ദേഹം ഉയർന്നു. 2001 മുതൽ 2014 വരെ തുടർച്ചയായി 3 തവണ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ച മോദിയുടെ ഭരണകാലം ഗണ്യമായ സാമ്പത്തിക വളർച്ചയും ഭരണ പരിഷ്കാരങ്ങളും കൊണ്ട് അടയാളപ്പെടുത്തി. 2014 അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. 2024 ജൂൺ 9 മോദി തുടർച്ചയായി 3-ാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയായും മാറി. പ്രധാനമന്ത്രി മോദിയുടെ 74-ാം ജന്മദിനത്തിൽ BJP നേതാക്കളും പ്രമുഖരും അദ്ദേഹത്തിന് ഹൃദയംഗമമായ ജന്മദിനാശംസകൾ നേർന്നു. ഇന്ന് ഒഡീഷയിലെത്തുന്ന മോദി വനിതകൾക്ക് 5 വർഷത്തേക്ക് 1.5 ലക്ഷം രൂപ നൽകുന്ന സുഭദ്ര യോജന പദ്ധതികൾ പ്രഖ്യാപിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPയുടെ വാഗ്ദാനമായിരുന്നു ഇത്. പലയിടങ്ങളിലും ഓട്ടോറിക്ഷകൾക്ക് യാത്രാ ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സൂറത്തിലെ വ്യാപാരികളും ഇന്ന് ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി രാജ്യത്ത് വിവിധ സംഘടനകളും വ്യക്തികളും പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അജ്മീർ ഷെരീഫ് ദർഗ 4000 കിലോഗ്രാമിന്റെ സസ്യഭക്ഷണം വിതരണം ചെയ്യും. 800 കിലോഗ്രാം ധാന്യം ഉപയോഗിച്ച് 12 മണിക്കൂർ കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം വരച്ച് ലോക റെക്കോർഡ് സൃഷ്ടിച്ച 13 വയസ്സുകാരി സ്കൂൾ വിദ്യാർത്ഥിയായ പ്രസ്ലി ഷെക്കിനാണ് പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മോദി ചിത്രം ഒരുക്കിയത്. പ്രസ്ലി ഷെക്കിന് മാതാപിതാക്കളായ പ്രതാപ് സെൽവം, സംഗീരണി എന്നിവർക്കൊപ്പം ചെന്നൈയിലെ കോളംപാക്കം പ്രദേശത്താണ് താമസിക്കുന്നത്. ചെന്നൈയിലെ സ്വകാര്യ സ്കൂളായ വേലമ്മാൾ സ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 800 കിലോഗ്രാം ധാന്യം ഉപയോഗിച്ച് 600 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂറ്റൻ ചിത്രം ഒരുക്കിയത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 8:30 വരെ സമയമെടുത്താണ് ചിത്രം പൂർത്തിയാക്കിയത്. യുണീക്കോ വേൾഡ് റെക്കോർഡ് പ്രസ്ലി ഷെക്കീനയുടെ പരിശ്രമങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. യുണീക്കോ വേൾഡ് റെക്കോർഡ്സ് ഡയറക്ടർ R. ശിവരാമൻ സർട്ടിഫിക്കറ്റും മെഡലും നൽകി പ്രസ്ലിയെ ആദരിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഔദ്യോഗിക വസതിയിൽ പിറന്ന പശുക്കിടാവിനെ ലാളിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ വൈറലാകുന്നത്. കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലാണ് പശുക്കുട്ടി ജനിച്ചത്. മോദി പശുക്കിടാവിന് പ്രത്യേക പൂജ അർപ്പിക്കുകയും ചെയ്തു. ഇതിന്റെ ദൃശ്യങ്ങളും അദ്ദേഹം പങ്കുവച്ചു. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഗാവ് സർവസുഖപ്രദ, നെറ്റിയിൽ പ്രകാശത്തിന്റെ പ്രതീകമായ പുതിയ പശുക്കുട്ടിക്ക് ജന്മം നൽകി. ഞാൻ അതിന് ദീപ് ജ്യോതി എന്ന് പേരിട്ടു എന്നാണ് പ്രധാനമന്ത്രി കുറിച്ചത്. പശുക്കുട്ടിയെ ഷാൾ പതിപ്പിച്ച് പീഠത്തിൽ ഇരുത്തി ദുർഗാ വിഗ്രഹത്തിന് മുന്നിൽ വെച്ച് പൂജ നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മോദിയുടെ വസതിയിൽ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള പുങ്ങന്നൂർ ഇനത്തിൽപ്പെട്ട പശുക്കളുമുണ്ട്. 2.5 മുതൽ 3 അടി വരെ മാത്രമാണ് ഇവയുടെ ഉയരം. പുങ്ങന്നൂർ ഇനത്തിൽപ്പെട്ട പശുക്കിടാവോ പശുക്കുട്ടിയോ ജനിക്കുമ്പോൾ അതിന്റെ ഉയരം 16 ഇഞ്ച് മുതൽ 22 ഇഞ്ച് വരെ മാത്രമാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.